ഹലോ, നമുക്കിന്ന് പപ്പടം കൊണ്ട് കറി വെക്കാം. അതാണ് പപ്പടം കറി. ഞാൻ വീട്ടിൽ പപ്പടം ഉണ്ടെങ്കിൽ കറിയൊന്നും ഇല്ലാത്തപ്പോഴേക്കും ഇടയ്ക്കിത് വെക്കാറുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, വലുതായപ്പോൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ദേ പപ്പടം വേണം, കുറച്ച് വറ്റൽമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വേണം. അതൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പപ്പടം ചെറുതായിട്ടൊന്ന് പൊങ്ങുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോഴേക്കും അമ്മമ്മ വീട്ടിലുണ്ടായിട്ടുള്ള കൊച്ചു വേപ്പില കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അതും കൂടിയിട്ട് നമ്മുടെ പപ്പടം കൂടി കോരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം കറി റെഡി. ഇത് ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പോട്ടിക്കറിയുടെ ടേസ്റ്റൊക്കെ പോലെ തോന്നും കേട്ടോ. പോട്ടിയാന്ന് വിചാരിച്ച് ഇതങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, ഓൾറെഡി പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.